വാവയ്ക്ക് ഇതേ പെട്ടെന്ന് പനി കൂടി നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 1 മണി 2 മണിയൊക്കെ ഉണ്ടായിരുന്നു. വാവ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. നമ്മൾ തലേന്ന് ഡോക്ടറെ കാണിച്ച് വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് രാത്രിയൊക്കെ ആയപ്പോൾ ഏകദേശം 12 മണി 1 മണിയായപ്പോൾ നല്ല കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്താണെന്ന് അറിയില്ല, ചെറിയ വാവയല്ലേ, അവന് പറയാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അവിടുന്ന് ഇതേ ടെമ്പറേച്ചറും ഷുഗറൊക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊടുന്ന സമയത്ത് വാവയ്ക്ക് അങ്ങനെ പനിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ടെമ്പറേച്ചർ നല്ല കുറവുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓരോരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വാവിനെ നന്നായിട്ട് കുത്തി ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞതിന് ശേഷം അവൻ്റെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നെബുലൈസേഷൻ ചെയ്തു. നല്ല കഫക്കെട്ടുണ്ടായിരുന്ന കാരണം നെബുലൈസേഷൻ ചെയ്തു. ഇതേട്ടൻ വാവേനെ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വേട്ടൻ ഉറക്കം വന്നു കണ്ടപ്പോൾ ബെഡിൽ കയറി കിടന്നാണ്. അങ്ങനെ ഇത് നമ്മൾ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകട്ടെ. പിറ്റേന്ന് നമ്മൾ അവനെ കാണിക്കുന്ന പീഡിയാട്രിഷ്യൻ ഡോക്ടറെ തന്നെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിതേ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലെത്തി വാവേനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്തിയതാണ്. വല്ലാത്തൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. ചെറിയ മക്കൾക്കൊക്കെ ബ്ലഡ് എടുക്കുമ്പോൾ സൂചി കുത്തുമ്പോൾ തന്നെ നമുക്ക് കരച്ചിൽ വരില്ലേ. ഞങ്ങളിങ്ങനെ പേടിച്ചിരിക്കുക. വാവേനെ ആദ്യം പഞ്ഞി കൊണ്ടൊക്കെ തടവുമ്പോൾ തന്നെ അവൻ കരഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയോ ബ്ലഡ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ കാണാൻ കഴിയില്ല. നമ്മുടെ വാവിൻ്റെ അസുഖം മാറണമെങ്കിൽ നമ്മളിത് കണ്ടേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് വൈറൽ ഫീവർ ആയതുകൊണ്ട് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ലല്ലോ. അവൻ രാത്രി ഇപ്പോഴും നല്ല കരച്ചിലും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ബ്ലഡ് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ നെബുലൈസ് ചെയ്ത് കഫക്കെട്ട് കംപ്ലീറ്റ് മാറാനാട്ടോ. പക്ഷേ അവൻ സാധാരണയായിട്ട് നെബുലൈസ് ചെയ്യുമ്പോൾ അവൻ അങ്ങനെ കരയാറൊന്നുമില്ല. പക്ഷേ ഇത് സൂചി കുത്തിയതിൻ്റെ ആ വേദന കാരണമാട്ടോ അങ്ങനെ കരയുന്നത്. അതിനുശേഷം നമ്മളിതേ ബേബീൻ്റെ ക്യാൻറ്റീൻ ആട്ടോ. ഇത് അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം രാത്രി 8:30 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നു. വാവയ്ക്ക് ഞാൻ പാല് കൊടുത്തായിരുന്നു കേട്ടോ. ഞാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഏട്ടൻ പൊറോട്ടയും അതുപോലെ ബീഫ് റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൈഡ് റൈസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചോദിക്കുന്ന ഫുഡൊന്നും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 8 9 മണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്ക് വാരുന്നതാണ്. ഞാൻ വാവയ്ക്ക് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിക്കുകയാണ്. ആദ്യം ഏട്ടൻ കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വെച്ചിട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഏട്ടൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് വാങ്ങാണ്ട് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാങ്ങാനുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റിസൾട്ട് വാങ്ങാൻ പോയി. അപ്പോൾ റിസൾട്ട് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം മെഡിസിനൊക്കെ വാങ്ങി നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ വാവയ്ക്ക് ചെറിയൊരു ക്ഷീണോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവൻ ഓക്കെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. അതുവരേക്കും ബൈ.